യേശു പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കുന്നത് ഒത്തിരി നല്ലതാണ്. തിരുവെഴുത്തുകളിൽ അവർ എന്തിനെ അന്വേഷിച്ചെന്നറിയാമോ? നിത്യജീവനെ അന്വേഷിച്ചു. തിരുവെഴുത്തുകളിൽ, അതായത് സങ്കീർത്തനങ്ങളിലും മോശമുഖാന്തരം എഴുതപ്പെട്ടതായ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും പ്രവചനങ്ങളിലും അവർ പരതി നടന്നത് നിത്യജീവനെ എങ്ങനെ അവകാശമാക്കാൻ സാധിക്കും, നിത്യജീവനെ എങ്ങനെ അവകാശമാക്കാൻ സാധിക്കും. പക്ഷേ അവർ ആരെ തിരഞ്ഞില്ലെന്നറിയാമോ? ക്രിസ്തുവിനെ തിരഞ്ഞില്ല. ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, ഈ നിത്യജീവൻ നൽകിത്തരുന്നതായ അതിന് ദാതാവായ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അവർക്ക് കഴിയാതെ പോയി. മശിഹായെ കണ്ടെത്തുവാൻ കഴിയാതെ പോയി. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യ പദവി എന്തെന്ന് ചോദിച്ചാൽ, തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് ലഭിച്ചത് ആ മശിഹായെയാണ്, ആ ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ സാധിച്ചത്. തിരുവെഴുത്തുകളിൽ നിത്യജീവനെ അന്വേഷിച്ചു പരതി നടന്നവർ ഇന്നും യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് മനസ്സിലാക്കാതെ നിത്യജീവന്റെ അവകാശികളാക്കുവാൻ കഴിയാതെ അവർ നിത്യനാശത്തിലേക്ക് വഴുതി വീഴുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും കണ്ണുകളെ ദൈവം പ്രകാശിപ്പിച്ചു. ആരെ കണ്ടെത്തുവാനെന്നറിയാമോ? ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ, മശിഹായെ കണ്ടെത്തുവാൻ. നമ്മുടെ ഹൃദയത്തിന്റെ കവാടത്തെ ദൈവം തുറന്നു, നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ ഈ കർത്താവിന്റെ മേശയിൽ നമ്മൾ ഭക്ഷിച്ച് പാനം ചെയ്തത്. അതേ, ഞങ്ങൾ പുതിയ നിയമത്തിന്റെ വക്താക്കൾ.